ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 8 ആഴ്ചത്തെ വോട്ടിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാം ദിവസമായിട്ടുള്ള ബുധനാഴ്ച വോട്ടിംഗ് എടുക്കുമ്പോൾ വമ്പൻ മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വൻ വോട്ടിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രവചനാതീതമായിട്ടുള്ള വോട്ടിങ്ങിലോട്ട് മാറുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മണിക്കൂർ നിലവിൽ ആരൊക്കെ തകർന്നുണ്ടെന്നും ആരൊക്കെ അട്ടിമറി മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 11 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ഒന്നാം സ്ഥാനത്ത് മാറ്റമില്ലാതെ അനീഷേട്ടൻ തന്നെ വരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അനീഷേട്ടൻ്റെ വോട്ട് കുതിച്ചു വരികയാണ്. 81,046 വോട്ടുമായിട്ട് അനീഷേട്ടനെ മറികടക്കാൻ ആർക്കും സാധിക്കുന്നില്ലാത്ത രീതിയിലോട്ടുള്ള വോട്ടിങ്ങിലോട്ടാണ് അനീഷേട്ടൻ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് മാറ്റമില്ലാതെ ഷാനവാസിക്കാൻ തുടരുകയാണ്. അനീഷ് ഷാനവാസ് കോംബോ ഈ ഒരു സീസൺ അവസാനിക്കുന്നതിന് വരെ തുടരുമെന്ന് തോന്നുന്നു. 62,997 വോട്ടുകൾ സ്വന്തമാക്കാൻ ഷാനവാസിക്ക് സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ആതിര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നൂറയുടെ സപ്പോർട്ടും അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് ആതിരയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയായിരിക്കും ആതിരയ്ക്ക് ഇത്രയധികം വോട്ടുകൾ സ്വന്തമാക്കി മുന്നേറാൻ സാധിക്കുന്നത്. 55,865 വോട്ടുകളുമായിട്ടാണ് ആതിര മൂന്നാം സ്ഥാനത്തേക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ലക്ഷ്മി നല്ലൊരു മുന്നേറ്റമായിട്ട് 4ാം സ്ഥാനത്ത് തുടരുകയാണ്. 47,312 വോട്ടുകൾ ലക്ഷ്മിക്ക് ഇതിനോടൊപ്പം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 5ാം സ്ഥാനത്ത് വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിഷിൻ ചേട്ടനെയാണ്. ജിഷിൻ ചേട്ടൻ ഒരു അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. ഈ ഒരു മണിക്കൂർ 45,068 വോട്ടുമായിട്ട് ലക്ഷ്മിക്കൊപ്പം എത്താനുള്ള ശ്രമം ജിഷിൻ ചേട്ടൻ നടത്തുമ്പോൾ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പോകുന്ന അക്ബറിക്കാനെയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നല്ല മുന്നേറ്റം കാഴ്ചവെച്ച അക്ബറിന് നേരിയ വോട്ടിംഗ് നേർച്ചയുള്ളൂ. 44,736 വോട്ട്. ഒരുപക്ഷെ വരും മണിക്കൂറിൽ അക്ബറിക്കും അട്ടിമറികൾ നടത്താം. നിലവിൽ 7ാം സ്ഥാനത്ത് വോട്ടിംഗ് തകർച്ച നേരിടുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ജിസേൽ മാറുകയാണ്. 43,921 വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ജിസേൽ വോട്ടിംഗ് തകർച്ച നേരിടുമ്പോൾ 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ആര്യനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആര്യനും നല്ലൊരു എൻ്റർടൈനറാണ്, മികച്ച ഗെയിമറാണ്. എന്നാൽ വോട്ടിംഗ് നേരിയ പരാജയമാണ്. 32,145 വോട്ടുകൾ മാത്രം സ്വന്തമാക്കി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ 9ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി സൗമാൻ തുടരുകയാണ്. 32,864 വോട്ടുകൾ മാത്രമാണ് സൗമാന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ നമുക്ക് 10ാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോണിലോട്ട് വീണ്ടും ഇതാ കാണാൻ സാധിക്കുന്ന ഈ ഒരു മണിക്കൂറിൽ ഡോക്ടർ ബിന്നിനെയാണ്. ബിന്നിയുടെ വോട്ടിംഗ് തകർച്ച മണിക്കൂറുകളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 29,316 വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ ബിന്നിക്ക് സാധിക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള 11ാം സ്ഥാനത്ത് അബി തുടരുകയാണ്. 27,743 വോട്ടുകൾ മാത്രമേ ഇതിനോട് തന്നെ അബിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. വോട്ടിങ്ങിൽ വമ്പൻ അട്ടിമറികൾ തന്നെ പ്രവചനാതീതമായിട്ടുള്ള വോട്ടിങ്ങിലോട്ട് മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഓരോരുത്തരുടെ പൊസിഷൻസിൽ പ്രവചനാതീതം എന്ന് പറയാൻ ഒരു ആദ്യ 4 സ്ഥാനങ്ങൾക്ക് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന വരുമണിക്കൂറി ആരൊക്കെ അട്ടിമറി മുന്നേറ്റം നടത്തുന്നു, ആരൊക്കെ വൻ കുതിപ്പ് നടത്തുന്നു, ആരൊക്കെ പരാജയപ്പെടുന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്? കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ആർക്കൊക്കെ ആരായിരിക്കണം ഈ ഒരു സീസണിൽ വിന്നറായിട്ട് മാറണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതോടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക.